ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ അഞ്ചുതെങ്ങ് കോട്ടയിലാണ്. ഇനി ഇതിന്റെ ചരിത്രം എന്നറിഞ്ഞാലോ? 1695 ചതുരാകൃതിയിലാണ് അഞ്ചുതെങ്ങ് കോട്ട പടികടിപ്പിച്ചത്. അഞ്ചുതെങ്ങ് കോട്ട ശരിക്കും കേരളത്തിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ തുടക്കവും അതിനെതിരായ ചെറുത്തുനിൽപ്പുകളുടെ ചരിത്രവുമാണ് പറയുന്നത്. കുരുമുളക്, കോട്ടൺ, തുണി എന്നിവയുടെ പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു ഇത്. അതുപോലെ ബ്രിട്ടീഷ് കപ്പലുകൾക്കുള്ള ആദ്യ സിഗ്നലിംഗ് സ്റ്റേഷനായും ഇത് പ്രവർത്തിച്ചു. വ്യാപാരത്തിനും സൈനിക ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് പ്രധാനമായും അഞ്ചുതെങ്ങ് കോട്ട ഉപയോഗിച്ചിരുന്നത്. ശിലാഫലകങ്ങളോട് കൂടിയ ധാരാളം കല്ലറകൾ കോട്ടയോട് ചേർന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പഴയത് 1704 അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: അഞ്ചുതെങ്ങിലെ കമാൻഡറായ ജോൺ ബാബോമിന്റെ പത്നി ഡിബോക്ക് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുവെന്ന്. കേരളത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സംഘടിത കലാപം ഉണ്ടായത് ഈ കോട്ട കേന്ദ്രീകരിച്ചായിരുന്നു. ആറ്റിങ്ങൽ രാജ്ഞിയെ കാണാനെത്തിയ ബ്രിട്ടീഷുകാരെ ഇവിടുത്തെ നാട്ടുകാർ കൊലപ്പെടുത്തുകയും അതേ തുടർന്ന് മാസങ്ങളോളം കോട്ട ഉപരോധിക്കുകയും ചെയ്തു. വേലുത്തമ്പിയുടെ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപത്തിലും കലാപകാരികൾ ഈ കോട്ട ഉപരോധിച്ചിരുന്നു. തുടർന്ന് കോട്ടയും പ്രദേശവും തിരുവിതാംകൂർ രാജ്യത്തോട് ചേർക്കപ്പെട്ടു. ഈ കോട്ടയ്ക്കുള്ളിൽ നിന്ന് കടലിലേക്ക് പോകുവാനും കടലിൽ കിടക്കുന്ന കപ്പലിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനും വേണ്ടി ഒരു തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ അതിപ്പോ അടച്ചിട്ടിരിക്കുക. ചതുരാകൃതിയിലുള്ള ഈ കോട്ടയ്ക്ക് ലാറ്ററൈറ്റ് കലകൾ ഉപയോഗിച്ച് നിർമ്മിച്ച 15 അടിയിലധികം ഉയരമുള്ള മതിലുകളുണ്ട്. പിന്നെ കോട്ടയ്ക്കുള്ളിലെ കിണർ ശുദ്ധജലത്തിന്റെ പ്രധാന സ്രോതസ്സായിരുന്നു. കടലും കായലും ചുറ്റുമുള്ള ഈ ദ്വീപിന് ഇത് നിർണായകമായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ജോൺ ബാബോണിന്റെ ഭാര്യയുടെ ശവകുടീരമുണ്ടെന്ന്. വർക്കലയിൽ നിന്ന് കടയ്ക്കാവൂരേക്കുള്ള വഴിയിൽ 12 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു തീരദേശ പട്ടണമാണിത്. പഴയ കൊളോണിയൽ വാസസ്ഥലം എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. കടലിനും കായലിനും ഇടയിൽ മണൽ വാരുന്ന ഈ ദ്വീപ് വളരെ ചെറുതാണ്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട്. വിവിധ കൊളോണിയൽ ശക്തികളായ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ എന്നിവർ ഈ സ്ഥലം കൈവശപ്പെടുത്താൻ ശ്രമിച്ചു. അഞ്ചുതെങ്ങിലെ പ്രധാന നാഴികക്കല്ലാണ് കടലിനും കായലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ചുതെങ്ങ് കോട്ട. ഇവിടെ വന്ന കോട്ടവളപ്പിലെ പുരാതന ശവകുടീരങ്ങളും പൂന്തോട്ടവും കാണാൻ കഴിയും. ഇപ്പോൾ ഇത് പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ്.